നമസ്കാരം. കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വമ്പൻ തൊഴിലവസരം. സിവിലിയൻ ഗ്രൂപ്പ് സി തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ആകെ 194 ഒഴിവുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർക്ക് ഒക്ടോബർ 24 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തൊഴിലവസരമാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഫയർമാൻ, വെഹിക്കിൾ മെക്കാനിക്, ഫിറ്റർ, വെൽഡർ, ട്രേഡ്സ്മാൻ മേറ്റ്, വാഷ്മാൻ, കുക്ക് എന്നീ തസ്തികകളിലേക്കുള്ള ഒഴിവിലേക്കാണ് നിയമനം. ഡൽഹി, ജബൽപൂർ, കാങ്കിനാര, പ്രയാഗ്രാജ്, ആഗ്ര, മീററ്റ്, പൂനെ, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലാകും നിയമനം നടക്കുക. അപേക്ഷകരുടെ പ്രായപരിധി പരമാവധി 25 വയസ്സാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. വെഹിക്കിൾ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ടെലികോം മെക്കാനിക്, എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക് എന്നീ തസ്തികകളിലേക്ക് 12ാം ക്ലാസ്സാണ് മിനിമം യോഗ്യത. അതോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ അംഗീകൃത ITIയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. മെഷീനിസ്റ്റ്, ഫിറ്റർ, വെൽഡർ, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, അപ്ഹോൾസ്റ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ട്രേഡിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ITI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സ്റ്റോർ കീപ്പർ, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നീ തസ്തികയ്ക്ക് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. LDC അപേക്ഷകർക്ക് ഇംഗ്ലീഷിൽ 1 മിനിറ്റിൽ 35 വാക്കുകളോ ഹിന്ദിയിൽ 1 മിനിറ്റിൽ 30 വാക്കുകളോ ടൈപ്പ് ചെയ്യാൻ കഴിയണം. ഫയർമാൻ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. കൂടാതെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ശാരീരിക ക്ഷമതയുള്ളവരും അഗ്നിശമന ഉപകരണങ്ങളെക്കുറിച്ച് അറിവുള്ളവരുമായിരിക്കണം. കുക്ക് തസ്തികയ്ക്ക് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അതോടൊപ്പം പാചകത്തെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ മേറ്റ് അഥവാ വാഷർമാൻ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അംഗീകൃത ബോർഡിൽ നിന്നുള്ള മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അപേക്ഷകരുടെ പ്രായപരിധി 18 മുതൽ 25 വയസ്സുവരെയാണ്. നിയമാനുസൃതമായ പ്രായ ഇളവുകൾ സംവരണ വിഭാഗക്കാർക്ക് ലഭിക്കുന്നതുമാണ്. എഴുത്തു പരീക്ഷയുടെയും ചില തസ്തികകൾക്ക് സ്കിൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിലുമായിരിക്കും സിലക്ഷൻ നടത്തുക. എഴുത്തു പരീക്ഷയ്ക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ട്രേഡ് സ്പെസിഫിക് എന്നീ ഏരിയകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ശാരീരിക ക്ഷമതാ പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ്. വിശദവിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 24 ഇത്തരത്തിലുള്ള സർക്കാർ തൊഴിലവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.